ഹലോ നമസ്കാരം. നമുക്ക് ഇന്ന് കുമ്പളങ്ങ കൊണ്ട് മോര് കാച്ചിയാലോ? ഞങ്ങളുടെ വീട്ടിൽ സ്വന്തം കുമ്പളങ്ങ തന്നെയാണ്. കുമ്പളങ്ങ നട്ടതൊന്നുമല്ല, തന്നെ ഉണ്ടായതാണ്. ഒരു 6 കിട്ടി ഞങ്ങൾക്ക്. പിന്നെ വേനൽക്കാലം കൂടിയല്ലേ, കുമ്പളങ്ങ, പാവയ്ക്ക അതുപോലത്തെ സാധനങ്ങളെല്ലാം ഉണ്ടായി നമുക്ക് കിട്ടും. പിന്നെ കുമ്പളങ്ങ ചെറുതായിട്ട് അരഞ്ഞെടുത്തത് കഷ്ണങ്ങളായിട്ട്, പിന്നെ നമുക്ക് ആവശ്യത്തിന് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് കീറിയിട്ടത്, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുമ്പളങ്ങ വേകാൻ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമുക്ക് വേവിക്കാൻ വയ്ക്കാം. ഞാനിവിടെ 1 പാക്കറ്റ് തൈരാണ് എടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് തേങ്ങ എടുക്കണം കറിക്ക് അരപ്പ് തയ്യാറാക്കാൻ. ഞാനിവിടെ 4 കഷ്ണം ചെറിയ വെളുത്തുള്ളിയുടെ ചെറിയ അല്ലി 4 കഷ്ണം എടുത്തിട്ടുണ്ട്. ചെറിയ വെളുത്തുള്ളിയായിരുന്നു, അതുകൊണ്ട് 4 എടുത്തിട്ടുണ്ട്. പിന്നെ അല്പം ജീരകം, ഇതെല്ലാം ചേർത്ത് നമുക്ക് മിക്സിയിൽ നന്നായി അരച്ചെടുക്കാം. അരപ്പ് കുമ്പളങ്ങ വെന്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ചേർക്കാം. അരപ്പ് ഒത്തിരി തിളയ്ക്കണ്ട, ചെറുതായിട്ട് തിളച്ച് വരുമ്പോൾ തന്നെ നമുക്ക് മോര് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. മോരും അതുപോലെ തന്നെ ഒത്തിരി അങ്ങോട്ട് തിളയ്ക്കരുത്. അരപ്പ് ഒത്തിരി തിളച്ച് പോയി കഴിഞ്ഞാൽ വെള്ളവും ഇതുമായിട്ട് മിശ്രിതം രണ്ടായിട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് അരപ്പ് ഒത്തിരി തിളയ്ക്കണേന് മുമ്പ് തന്നെ നമുക്ക് മോര് ചേർത്ത് കൊടുക്കാം. ഞാൻ മോര് കടയിൽ നിന്ന് മേടിച്ച മോരായിരുന്നു, പക്ഷെ എന്നാലും ഞാൻ ഒന്നും കൂടി മിക്സിയിലിട്ട് അടിച്ച ശേഷമാണ് മോര് ചേർക്കുന്നത്. മോര് കറി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, മോര് അരപ്പും ഒത്തിരി അങ്ങോട്ട് തിളച്ച് പോകരുത്. അതുപോലെ തന്നെ നമ്മൾ മോര് ചേർത്ത് കഴിയുമ്പോൾ മോരും ഒത്തിരി അങ്ങോട്ട് തിളച്ച് പോകരുത്. മോര് ചേർത്ത് കഴിഞ്ഞ് അല്പം ഒന്ന് ജസ്റ്റ് തിളയ്ക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. മോര് തിളയ്ക്കണേന് മുമ്പ് ഉപ്പോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ മോര് കറി ഗ്യാസ് ഓഫ് ചെയ്ത ശേഷമാണ് കറിവേപ്പില ഇട്ട് കൊടുത്തത്. കറിവേപ്പില വേണമെങ്കിൽ നേരത്തെ ഇട്ട് കൊടുക്കാം. എനിക്ക് കറിവേപ്പില ഒത്തിരി അങ്ങോട്ട് വെന്ത് പോകുന്നത് ഇഷ്ടമല്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ അവസാനം ഇട്ട് കൊടുത്തു മാത്രം. മോര് കറിക്ക് കടുക് പൊട്ടിക്കാൻ വേണ്ടി ഞാനൊരു ചെറിയ കടുക് പൊട്ടിക്കണ പാത്രം എടുത്തു. അതിലേക്ക് കടുക്, ഉലുവ, ചെറുള്ളി, വറ്റൽമുളക് ഇത്രയിട്ട് ചെറുതായി ബ്രൗൺ കളർ വരുമ്പോൾ മോരിലേക്ക് നമുക്ക് മോരിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനങ്ങനെ ഉള്ളി ഒത്തിരി കരിഞ്ഞു പോകാൻ പാകത്തിന് ഞാൻ വെച്ചുകൊണ്ടിരിക്കാറില്ല. അപ്പോൾ നമ്മുടെ മോര് കറി റെഡി ആയിട്ടുണ്ട്. കുമ്പളങ്ങ ഇട്ട മോര് കറി